കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ചുരുക്കത്തിൽ ഏറ്റ പണിയാണ് കിട്ടിയിരിക്കുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത്? ഓരോ പണിയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നതേ നമ്മുടെ മോന്റെ സംബന്ധ വീട്ടുകാരാണെന്ന് പറ. ആദ്യം ഗീതയുടെ അനിയത്തി വക പണി ഒളിച്ചോട്ടം, പിന്നെ ഗീതയുടെ അച്ഛന്റെ വക പണി ആത്മഹത്യ, മൂന്നാമത് ഗീതയുടെ അമ്മ സ്പോൺസർ ചെയ്ത പണി ഭ്രാന്ത്. ഇപ്പതേ തന്തപ്പടി വക അടുത്ത ഐറ്റം 5 ലക്ഷം രൂപ. ഇത് പക്ഷെ ഒടുക്കത്തെ പണിയായിപ്പോയി. എന്നാലും ചെറിയ ദുരൂഹതകളുണ്ട് സൗദാമിനി. നമുക്ക് തന്ന 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തതാണെന്നാ രമേശൻ പറഞ്ഞത്. അതായത് മാഷിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തു. ഗംഗയുടെ കല്യാണം നടത്താൻ വേറെ തുക മാഷ് നേരത്തെ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിന് 5 ലക്ഷം രൂപ ബ്ലേഡുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങി? ആ പണം മാധവ് മാഷ് എന്തു ചെയ്തു? അല്ല, കല്യാണം നടത്താനുള്ള കാശ് ബാങ്കിലുണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് എത്രയാണെന്ന് നമ്മൾ ആരും ചോദിച്ചിട്ടില്ല. അത് തികയാതെ വന്നതായിരിക്കോ? ഹേയ്, മാഷ് എന്താ ഒരു കണക്ക് കൂട്ടലും ഇല്ലാത്ത പുള്ളിയാണോ? അതൊക്കെ മുൻകൂട്ടി കണക്ക് നോക്കി ഉറപ്പിക്കുന്ന ആളാ. പെണ്ണിന് അത്യാവശ്യ സ്വർണം അവര് നേരത്തെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ശാരദേച്ചി ആള് മിടിക്കുക. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് സമ്മാനമായി കിട്ടുമെന്ന് അവർക്കറിയാം. ബാക്കിയൊരു 40 പവൻ പുതുതായി വാങ്ങിച്ചു കാണും. 40 പറയുമ്പോ ആ സമയത്തെ വില വെച്ചിട്ടൊരു ഏകദേശം 8-8 ലക്ഷം ആയി കാണും. പിന്നെ കല്യാണ സാരി, എല്ലാവർക്കും ഉള്ള ഡ്രസ്, ഓഡിറ്റോറിയം, സദ്യ, ഒരു 12-13 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് കൂട്ടിയോ? മാഷിന്റെ സംസാരത്തിൽ നിന്ന് അത്രയും തുക അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് കരുതാം. കാരണം കല്യാണ ചെലവിനെ പറ്റി അങ്ങേർക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. എന്താവശ്യം പറഞ്ഞാലും ആളെ വിട്ട് വാങ്ങിക്കാമെന്ന് സമ്മതിക്കും. കയ്യിൽ കാശില്ലാത്തവനൊന്നും ആലോചിക്കും. അപ്പോ 5 ലക്ഷം രൂപ എന്തിനു വാങ്ങിച്ചു? അത് എതിലേ പോയി? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. സൂക്ഷം പോലെ അത് വന്ന് നമ്മുടെ പെടലിക്ക് ചായുകയും ചെയ്തു. ആരോട് ചോദിക്കും? ആര് സമാധാനം പറയും? ഒരു പെണ്ണുമ്പളയാണെങ്കിൽ ദേ ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ കിടക്കുന്നു. ബുദ്ധിസ്ഥിരതയുള്ള ഒരാളുണ്ടല്ലോ, ഗീത. അവള് പറയട്ടെ, ഞാൻ ചോദിക്കാം. 5 ലക്ഷം രൂപയോ? എന്താ ഇതുവരെ നീ കേട്ടിട്ടില്ലേ 5 ലക്ഷം രൂപയെന്ന്? നീ ഇത് കേട്ടപ്പോ 2 കണ്ണും മിഴിച്ചില്ലേ? ബ്ലേഡുകാരൻ സാജൻ വിവരം പറഞ്ഞപ്പോ ഞങ്ങളുടെ 4 കണ്ണുകളാ മിഴിച്ചത്. ഗീത പറ, മാധവ് മാഷ് എന്തിനാ ഇത്രയും പൈസ കടം വാങ്ങിയത്? ഞാനിപ്പോ ഈ നിമിഷം ഇത് ആദ്യമായിട്ട് കേൾക്കുക അച്ഛാ. കേട്ടല്ലോ, ഇനി മറുപടി പറ. എന്താവശ്യത്തിനാ നിന്റെ അച്ഛൻ ഇങ്ങനൊരു ബാധ്യത വരുത്തി വെച്ചത്? എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്നോടാ വല്ലവനും വന്ന് കടം വാങ്ങിയ കാശ് ചോദിക്കുന്നത്? SI ബാഹുലന്റെ മുന്നില് ഒരു ബ്ലേഡ് പലിശക്കാരനും ഇതുവരെ നേരെ നിന്നിട്ടില്ല. യവൻ പക്ഷേ കാലുമേ കാല് കയറ്റിയിരുന്നിട്ടാ സംസാരിച്ചത്. അവന്റെ ഭാവം കണ്ടാലേ ഞാനാ കടം വാങ്ങി പറ്റിച്ചേന്ന് തോന്നും.
മാഷില്ലെങ്കിൽ അയാളുടെ മോളുണ്ടല്ലോ എന്ന് വിളിക്കുന്ന അയാള് പറഞ്ഞത്. ഞങ്ങള് സമ്മതിച്ചില്ല. ഇവിടുത്തെ മരുമോളായി പോയില്ലേ. അച്ഛൻ ഇങ്ങനെ ഒരു പണമിടപാട് നടത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അമ്മ പറയാതിരിക്കില്ല. ബാങ്കിന്നാ നമുക്ക് തരാനുള്ള 5 ലക്ഷം രൂപ എടുത്തു തന്നത്. ഗംഗയുടെ കല്യാണ ആവശ്യത്തിനുള്ളത് നേരത്തെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 5 ലക്ഷം എന്തിനു വാങ്ങും? ചിലപ്പോ അയാള് കള്ളം പറഞ്ഞതാണെങ്കിലോ? നല്ല സമാധാനം. ഒരു എസ്ഐയുടെ മുമ്പിൽ വന്നിട്ട് ഒരു പലിശക്കാരനും ഇത്രയും വലിയൊരു തുകയ്ക്ക് കള്ളക്കഥ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനൊരു 5 ലക്ഷത്തിന്റെ കണക്ക് ഒരു തവണ പോലും വീട്ടിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലേ അത് വീട്ടിൽ അറിയാതെ പോയതായിരിക്കും. സാധാരണ ഇത്രയും വലിയ തുക ആണുങ്ങൾ ആരും അറിയാതെ മറിക്കുന്നത് എപ്പോഴാ? രഹസ്യമായ ചില ആവശ്യങ്ങൾ വരുമ്പോ, അതായത് രഹസ്യമായി ആരെയെങ്കിലും സഹായിക്കേണ്ടി വരുമ്പോ. മാഷിന് ആരുമായിട്ടായിരുന്നു വേറെ ഇടപാട്? വേറെ ഇടപാടോ? അതെ, രഹസ്യബന്ധം. നിങ്ങളുടെ അമ്മയെ കൂടാതെ മാഷിന് വേറെ ഏത് സ്ത്രീയുമായിട്ടാണ് രഹസ്യബന്ധം? അമ്മേ, അച്ഛനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേ. അത്രക്കാരനല്ല എന്റെ അച്ഛൻ. ഓ, പിന്നെ 5 ലക്ഷം രൂപ ആവിയായി പോയോ? കള്ളു കുടിച്ചു കളഞ്ഞതല്ല, വേറെ ആർഭാടത്തിനൊന്നും ചെലവാക്കിയിട്ടുമില്ല. അതിന്റെ അർത്ഥം ഇത്രയും പൈസ മറ്റാർക്കോ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാ. അല്ല, വീട്ടിൽ പറയാത്ത സ്ഥിതിക്ക് അത് രഹസ്യക്കാരിക്കല്ലാതെ മറ്റാർക്ക് പോകാനാ? സൗദാമിനി പറഞ്ഞത് വാസ്തവമാകാനാ സാധ്യത. ദേവി, ഇത് അച്ഛനെ കുറിച്ച് അങ്ങനെ പറയല്ലേ അച്ഛ. അച്ഛന്റെ ആത്മാവ് സഹിക്കില്ല. അപ്പൊ പിന്നെ ഞങ്ങള് സഹിക്കണോ? സഹിക്കാം. 5 ലക്ഷം രൂപ നീ കൊണ്ടുവന്ന് പലിശക്കാരന്റെ കടം വീട്ട്. എവിടുന്ന് കൊണ്ടുവരാനാ? മുല്ലമുറ്റത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ പ്രമാണം മുഴുവനും പണയം വെച്ചിട്ടാ മാഷ് വായ്പ വാങ്ങിച്ചിരിക്കുന്നത്. ഞെട്ടാൻ വരട്ടെ, ബാക്കിയൂടെ കേട്ടിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഞെട്ടാം. 5 ലക്ഷം രൂപ എന്ന് പറയുന്നതേ മുതല് മാത്രമാ. ഇനി പലിശയുടെ കണക്ക് വരാൻ കിടക്കുന്നു. പലിശ എന്ന് പറയുമ്പോഴേ ബ്ലേഡുകാരന്റെ പലിശയാ. അവന് തോന്നുന്നതാ ശതമാനം. ഓ, എല്ലാം കൂടെ തുക കേറി അങ്ങ് മുഴുക്കും. നീ ഇപ്പൊ ഇവിടെ ഞെളിഞ്ഞു നടക്കുന്നത് നിന്റെ അച്ഛൻ തന്ന സ്ത്രീധനക്കാശിന്റെ പേരിലാണെന്നൊക്കെ എനിക്കറിയാം. അതും അതിന്റെ പലിശയും ചേർത്ത് ഈ കടം വീട്ടാനോ മറ്റോ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ല. അമ്മയും മോളും റോഡിലിറങ്ങും. പിന്നെ ഒരു പോം വഴിയേ ഉള്ളൂ. മാഷ് 5 ലക്ഷം രൂപ എന്തിനു വാങ്ങിച്ചു, ആർക്ക് കൊടുത്തു എന്നറിയണം. എങ്കിലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അമ്മയ്ക്കറിയായിരിക്കും. ഗീത ഫലിതം പറയാ. ഓരോ ദിവസവും ഗംഗയുടെ കല്യാണമെന്നും പറഞ്ഞ ആ തള്ള എഴുന്നേക്കുന്നത്. അവരോടാണോ നീ പഴയ സംഭവം ചോദിച്ചു മനസ്സിലാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ ആരെങ്കിലും രഹസ്യക്കാരിക്ക് പൈസ കൊടുക്കുന്ന കാര്യം ഭാര്യയോട് പറയോ? അച്ഛൻ ഇങ്ങനെ ഒരു രഹസ്യബന്ധം ഇല്ലായിരുന്നമ്മേ. മാനാഭിമാനം വിട്ട് ജീവിച്ച ആളല്ല. അതുകൊണ്ടാ മരിക്കാൻ പോലും തയ്യാറായത്. വലിയ മാന്യത ചമഞ്ഞ് നടക്കുന്നവരെയാ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അവരായിരിക്കും മഹാകുഴപ്പക്കാര്. രഹസ്യ ബന്ധത്തിന്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ പിന്നെ നടത്താം. സാജൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ. അതിനു മുമ്പ് കാശിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകണം. നീ പറഞ്ഞില്ലേ നിന്റെ അമ്മയ്ക്ക് ചിലപ്പോ അറിയായിരിക്കുമെന്ന്. ചോദിച്ചു നോക്ക് തള്ളയോട്. ചിലപ്പോ ബോധം വീഴുന്ന സമയത്തെങ്ങാനും പറഞ്ഞാലോ? അല്ല, വെറുതെ ഒരു ശ്രമം. നിങ്ങൾ വന്നേ. എന്താ? അവൾ അവിടെ നക്ഷത്രം എണ്ണിക്കൊണ്ട് നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം ഓർത്തു. മാഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മനസാക്ഷി സൂക്ഷിപ്പുകാരനും ആയിരുന്നല്ലോ വാര്യര്.
അയാളോട് ചോദിച്ചാൽ സത്യാവസ്ഥ അറിയാം. കറക്റ്റ്. വാര്യരറിയാത്ത ഒരു രഹസ്യവും മാധവ മാഷിനുണ്ടാകില്ല. വാര്യർ ആളൊരു ടൈപ്പാ, നയത്തിൽ വേണം ഇടപെടാൻ. അതെ, ആ ബാഹുലേ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടോ? ആ, ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. എങ്കിൽ ബ്ലേഡ് സാജൻ അവിടെ ചെന്നിട്ടുണ്ടാവും. ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് അയാളെ ധരിപ്പിച്ചിട്ടും ഉണ്ടാവും. ബാഗുലേ സാറോ, ഈ വഴിക്ക് പതിവില്ലാത്തതാണല്ലോ. പതിവില്ലാത്ത പലതുമല്ലേ ഈ അടുത്ത സമയത്തായിട്ട് നടക്കുന്നത്. സമയമില്ല, വന്ന കാര്യം അങ്ങ് പറയാം. ഇവിടുന്ന് പറഞ്ഞു വിട്ടതനുസരിച്ച് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടോ? സോളമന്റെ കേസിൽ പറഞ്ഞതുപോലെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട. സാജൻ ഇവിടെ വന്നിരുന്നു, വിവരങ്ങൾ സംസാരിച്ചിരുന്നു. എന്താ, നിഷേധിക്കാൻ പ്ലാനുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു പണമിടപാട് മാഷ് നടത്തിയ വിവരം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം. ഇവിടെ എന്തെങ്കിലും വിശേഷാൽ ഉണ്ടാക്കിയാല് അതിന്റെ പങ്ക് മുല്ലമുറ്റത്തേക്ക് പോകും. അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ തന്നെ. മാഷും വാര്യരുമായിട്ട് ചങ്ങാത്തം, ഭാര്യമാരുമായിട്ടും ചങ്ങാത്തം. ഗംഗയും ഉമയുമാണെങ്കിലോ വലിയ കൂട്ട്. എന്തിനേറെ പറയുന്നു, മുല്ലമുറ്റത്താരെങ്കിലും ഏറെ മൂത്രമൊഴിച്ചാൽ അതിന്റെ ഒരു ഷെയറും ഇങ്ങോട്ട് കൊടുത്തയക്കുമായിരുന്നു. അത്രയും കടുത്ത സൗഹൃദമായിട്ടും ഈ ഒരു വിഷയം മാത്രം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആട്ടെ, 5 ലക്ഷം രൂപ തന്നെയാണ് മാഷ് സാജനോട് വാങ്ങിയത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ ഒരു വായ്പയെ പറ്റി മാഷ് എന്നോട് ഒരു അക്ഷരം പോലും സൂചിപ്പിച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ രുക്മിണിയോട് ചോദിച്ചാട്ടെ. സാക്ഷിമൊഴിയൊന്നും വേണ്ട, കാരണം മറ്റൊരു മൊഴി തെളിവായിട്ട് എന്റെ കയ്യിലുണ്ട്. മാധവൻ മാഷ് 5 ലക്ഷം രൂപ വാങ്ങുന്ന സമയത്ത് വാര്യർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതായത് മാഷും വാര്യരും കൂടി ചെന്നാണ് പണം വാങ്ങിയതെന്ന് എന്നോട് പറഞ്ഞത് സാജനാണ്. എന്നാൽ ഇപ്പൊ തന്നെ നമുക്ക് പോയി സാജനെ കാണാം. ഞാൻ റെഡിയാ. എന്റെ മുമ്പിൽ വെച്ച് അയാളത് ഒന്നുകൂടി പറഞ്ഞാൽ ആ 5 ലക്ഷം രൂപ ഞാൻ സാജന് കൊടുക്കാം. പോവാൻ സാറേ. അപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല? പറഞ്ഞല്ലോ. എങ്കിലേ മറ്റൊരു രഹസ്യം മാഷ് ആത്മസുഹൃത്തായ താങ്കൾക്കറിയാം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാധവൻ മാഷിന് വേറെ എവിടെയോ ഭാര്യയും മക്കളും ഉണ്ട്. അവർക്ക് കൊടുത്തതാണ് ആ തുക. ആ രഹസ്യബന്ധത്തെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്കറിവുണ്ട്. സാർ ഇങ്ങനെ ഓരോ കെട്ടുകഥയും കൊണ്ടിറങ്ങുന്നത് കഷ്ടമാണ്. മരിച്ചുപോയ ആ മനുഷ്യനെ പറ്റി തമാശയ്ക്ക് പോലും അങ്ങനൊന്നും പറയില്ലേ സാറേ, പാപം കിട്ടും. പിന്നെ ആ പൈസ എവിടെ പോയി? ആവിയായിട്ട് അന്തരീക്ഷത്തിൽ ലയിച്ചോ? കണ്ടവനുമില്ല, കേട്ടവനുമില്ല. ഒരുത്തൻ തെളിവുമായി വന്ന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. ആത്മമിത്രം ഉണ്ടാക്കി വെച്ച കടം എങ്ങനെ വീട്ടണമെന്ന് വല്ല ഐഡിയയും ഉണ്ടോ? ഞാനായിട്ട് എന്തു പറയാനാ? എല്ലാരും കൊള്ളാം. എന്തൊരു പ്രതിച്ഛായായിരുന്നു മാധവ മാഷർക്ക്. ഇനി ഇതുപോലെ ആരൊക്കെ വരുമെന്ന് ആര് കണ്ടു? ഞാൻ വീണ്ടും വരും. അതിനു മുമ്പ് എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ അറിയിക്കണം. അറിയിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. വാര്യരെ പിടികൂടി നുണ പരിശോധന നടത്താൻ പറ്റത്തില്ല. തള്ളയാണെങ്കിൽ കിളി പോയ അവസ്ഥയിലാണ്.
മിഴുക്കസിയാന്ന് പറഞ്ഞു നടക്കുക ഗീത. 5 ലക്ഷം രൂപ മാഷ് വാങ്ങി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്താ ഇപ്പൊ ചെയ്യേണ്ടെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല. ആ ബ്ലേഡ് കാരണം നമുക്കൊന്നൂടെ കണ്ടാലോ? എന്തിന്? അവന്റെ വായിരിക്കുന്ന കേൾക്കാനോ? ഞാനൊരു കാര്യം പറയാം. രമേശൻ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാൽ സമാധാനം പറയേണ്ടത് ഞാനും നിന്റെ അച്ഛനുമാണ്. ഞങ്ങൾ എന്തെങ്കിലും തരികിട കാണിച്ചാൽ നീ ആ സമാധാനം പറയേണ്ടത്. ഇതിപ്പോ പണി പറ്റിച്ചത് മാധവ മാഷാണ്. എന്നിട്ട് അങ്ങേര് കയറി അങ്ങ് തൂങ്ങി. ഭാര്യയ്ക്കാണെങ്കിൽ ഭ്രാന്ത്. ഒരു മോളുള്ളത് ഉണ്ടോ ചത്തോന്ന് പോലും അറിയത്തില്ല. അപ്പൊ പിന്നെ മറുപടി പറയേണ്ടത് ആരാ? മൂത്ത മകളായ ഗീത. അവക്കൊന്നും അറിഞ്ഞൂടാന്നല്ലേ സൗദാമിനി നമ്മളോട് പറഞ്ഞത്? അറിയാമെങ്കിലും അവള് പറയോ? ഗീത ആരാ പുള്ളി? ഇത്രയും രൂപയുടെ ക്രമക്കേട് കാണിച്ച മാഷിന്റെ മോള്, സകലരുടെയും കണ്ണിൽ പൊടിയിട്ട് മുങ്ങിയ ഗംഗയുടെ ചേച്ചി. ഓ, നേരെ ചൊവ്വേ ചോദിച്ചാലൊന്നും സത്യം പുറത്തു വരില്ല. ഇത് നീ കൈകാര്യം ചെയ്യണം. സത്യം പറഞ്ഞില്ലെങ്കിൽ തള്ളയും മോളെയും ഇവിടുന്ന് അടിച്ചു പുറത്താക്കുമെന്ന് പറയണം. ഞാൻ നോക്കാം. നോക്കാന്നോ? നീ എന്താ ഒരുമാതിരി മന്ത്രിമാരെ പോലെ പ്രസ്താവിക്കുന്നത്? ഇതേ നിന്റെയും കൂടെ ആവശ്യമാ. പൈസ പോയ വഴിയറിഞ്ഞില്ലെങ്കിലേ നിന്റെയും കൂടെ മുതലാ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ അച്ഛന്റെ മോന്റെ സ്വഭാവം ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇവൻ ഗീതയോട് ചോദിക്കുമെന്ന് വെറുതെ അങ്ങ് ചോദിച്ചാ മതിയോ? ഭീഷണിപ്പെടുത്തണം. അവള് ഞെട്ടണം. എങ്കിലേ സത്യം പുറത്തു വരൂ. അത് ഞാൻ ഏറ്റു. അങ്ങനെ പറ. ഇനി ആ റൂട്ട് തെളിഞ്ഞില്ലെങ്കിലും 5 ലക്ഷത്തിന്റെ കടം വീട്ടാനുള്ള വകുപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഗീതയ്ക്ക് സ്ത്രീധനമായി കിട്ടിയ 5 ലക്ഷം രൂപയുടെ കാര്യ പറയുന്നതെങ്കിൽ അത് നടക്കില്ല കേട്ടോ. അതെന്നല്ല, ഇവിടുത്തെ വകയിൽ നിന്ന് 1 രൂപ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിലും നമ്മുടെ മുതലിൽ ഞാൻ തൊട്ട് കളിക്കുവോ? ഇത് മുല്ലമുറ്റത്തെ വക തന്നെ. അതെന്താ? ഗംഗയുടെ കല്യാണത്തിനായി വാങ്ങിച്ചതും സ്വരൂപിച്ചതുമായ സ്വർണമല്ലേ ഇരിക്കുന്നത്. ആ പെണ്ണിന്റെ ദേഹത്ത് അതിന്ന് ഒരു തരി പൊന്നുപോലും ഇട്ടിട്ടില്ല. ഭാര്യയുടെ മോളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആലോചിച്ചപ്പോ അതിന്ന് കുറച്ചെടുത്ത് അണിഞ്ഞു. അതുപോലെ അങ്ങ് ഊരി വെക്കുകയും ചെയ്തു. ആ സ്വർണം അങ്ങനെ ഇരിക്കുകയല്ലേ. അതിന്ന് 5 ലക്ഷത്തിന്റെ അടുത്തങ്ങ് വിറ്റാലും സാജന്റെ കടം വീട്ടാം. ഐഡിയ കൊള്ളാം, പക്ഷേ അത് നടക്കില്ല. അതെ, അത് വിറ്റ് ആരുടെയും കടം വീട്ടാനല്ല ഞാൻ ബുദ്ധിപൂർവ്വം അത് മാറ്റി വെച്ചിരിക്കുന്നത്. എനിക്ക് വേണം ആ സ്വർണം. നിനക്കെന്തിനാ സൗദാമിനി ഇനി സ്വർണം? പുട്ടുണ്ടാക്കാൻ സ്വർണം എന്തിനാന്ന് ഞാൻ പറയണോ? അത് തൽക്കാലം വിൽക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ചതാ. അതെ, നീ ചെന്ന് ഗീതയോട് സംസാരിക്ക്. ഞാൻ പറഞ്ഞത് മറക്കണ്ട. അവളെ കൊണ്ട് സത്യം പറയിക്കണം. ഗംഗയ്ക്ക് വേണ്ടി വാങ്ങിയതേ നല്ല പുത്തൻ സ്വർണ്ണ, 22 ക്യാരറ്റ്. അത് കൈവിട്ടു പോകാതെ ഞാൻ മറ്റൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ആണോ? ആ ആ എന്നിട്ട് നിന്റെ അമ്മ എന്താ പറയുന്നത്? കുറച്ചു നേരം എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നല്ല മറുപടി. അമ്മയ്ക്ക് അറിയില്ല രമേശേട്ടാ. അമ്മയ്ക്കെന്നല്ല, ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു പണമിടപാടിനെ കുറിച്ച് അറിഞ്ഞൂടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയോട് പറയാതിരിക്കില്ല. ഒന്നാമതേ, ആരുമായിട്ടും ഒരു ബാധ്യതയും വെച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. നമ്മുടെ കാര്യത്തിൽ തന്നെ പറഞ്ഞ പണം തരുന്നത് വരെ അച്ഛന് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. എന്നിട്ട് അത്ര അഭിമാനിയായിരുന്ന ആള് പറഞ്ഞ സമയത്തെങ്ങും കാശ് തന്നില്ല. നിന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വന്നു. അത് ഗംഗയുടെ കല്യാണാലോചനയുടെ ടെൻഷൻ സമയത്തല്ലായിരുന്നു. എന്നിട്ട് ആ കല്യാണം മംഗളമായിട്ട് നടക്കുകയും ചെയ്തു. ഇങ്ങനെയൊന്നും അല്ല തന്നോട് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാത്തതല്ല. അമ്മ പ്രത്യേകം പറയുകയും ചെയ്തു, അങ്ങോട്ട് മര്യാദ കാണിക്കുമ്പോൾ ഇങ്ങോട്ടും അതുണ്ടാവണം. ഭാര്യയുടെ പേരിൽ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ട ഗതികേടിലാണ് ഞാൻ.
അറിവില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും രമേശേട്ടാ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വാസമില്ല. എന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കൊന്നുമില്ല. ഒന്നുമല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലെ മരുമോളല്ലേ. അതേസമയം ഏതോ ഒരു ബ്ലേഡുകാരൻ പറഞ്ഞു എന്നും പറഞ്ഞ് അതേപടി വിശ്വസിക്കുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യുന്നു. അയാള് കള്ളം പറയുന്നതാണോന്ന് ഒന്ന് അന്വേഷിക്കുന്നു പോലും ഇല്ലല്ലോ. കള്ളം പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെയും വസ്തുവിന്റെ ആധാരം എങ്ങനെയാ സാജന്റെ കയ്യിൽ ചെന്നത്? മാത്രോ നിന്റെ അച്ഛൻ ഒപ്പിട്ട് കൊടുത്ത സ്റ്റാമ്പ് പേപ്പറും അയാളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അത്രയും എവിഡൻസിന്റെ ബലത്തിലാ അയാൾ പൈസ ചോദിക്കുന്നത്. അല്ലാതെ വെറും കള്ളത്തരമായി അച്ഛന്റെ മുമ്പിൽ വരില്ല. അതെ, എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താടാ ഇവിടെ നിലപാട്? അമ്മയോട് പറഞ്ഞില്ലേ? അത് തന്നെ. ഇവൾക്കോ ഇവളുടെ അമ്മയ്ക്കോ ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിലേ നമ്മുടെ നിലപാട് എന്താണെന്ന് നീയും പറഞ്ഞില്ലേ? ഞാൻ പറയാം. അമ്മയും മോളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അത്രേ ഉള്ളൂ. ഇരുട്ടിന് ശേഷം വെളിച്ചം, രാത്രിക്ക് ശേഷം പകൽ. ഈ ലോക നിയമം ഗംഗയ്ക്ക് ബാധകമല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ, എവിടെയോ പ്രത്യാശയുടെ നറുതിരിവട്ടമുണ്ട്, പ്രതീക്ഷയുടെ ആദ്യ കിരണങ്ങളുണ്ട്. കാത്തിരിക്കാം നമുക്ക്. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണേ.